തൃപ്പങ്ങോട് മഹാശിവക്ഷേത്രം. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഈ ക്ഷേത്രം തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് പഞ്ചായത്തിൽ പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്ററും കുറ്റിപ്പുറത്തു നിന്ന് 10 കിലോമീറ്ററും ദൂരം. തൃപ്പങ്ങോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നമസ്തേ, ഞാൻ ശ്രീകൃഷ്ണൻ നമ്പൂതിരി, തൃപ്രങ്ങോട് അമ്പലം മേൽശാന്തിയാണ്. ഈ തൃപ്രങ്ങോട് അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവനെ പ്രസാദിച്ച് മാർക്കണ്ഡേയൻ എന്ന ബുദ്ധിമാനായ ഒരു മകനെ നേടിയപ്പോൾ മാർക്കണ്ഡേയൻ്റെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നുള്ളതാണ് ശിവൻ്റെ വചനം. അതുപ്രകാരം 16ാമത്തെ വയസ്സിൻ്റെ അന്ന് മാർക്കണ്ഡേയനെ തേടി കാലിലെത്തുകയും മാർക്കണ്ഡേയൻ തൻ്റെ പ്രാണരക്ഷാർത്ഥം, കാരണം മാർക്കണ്ഡേയന് ഇന്നും ഈ ലോകത്തോട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഹലോകവാസം വെടിയുന്നതിന് മടിയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് വേണമെന്ന് മാതാപിതാക്കളോട് ആലോചിച്ചപ്പോൾ നവാമുകുന്ദൻ്റെ അടുത്ത് പോയിട്ട് ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് കിട്ടിയ ഉപദേശം. അങ്ങനെ നവാമുകുന്ദൻ്റെ മുന്നിലേക്ക് ഓടിയെത്തിയ മാർക്കണ്ഡേയനെ നവാമുകുന്ദനെ അഭയം പ്രാപിച്ചെങ്കിലും നവാമുകുന്ദൻ പ്രത്യക്ഷപ്പെട്ട് എന്നെക്കൊണ്ട് മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ പറ്റില്ല എന്നും അതിന് തൃപ്രങ്ങോട് മഹാദേവൻ്റെ മുന്നിലേക്ക് ചെല്ലുവാൻ വേണ്ടിയിട്ട് അരുളി ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതുവരെ തൃപ്രങ്ങോടേക്ക് എത്തുന്നത് വരെ യമദേവൻ മാർക്കണ്ഡേയനെ പിടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അടയാളവും നൽകി തൃപ്രങ്ങോട്ടേക്ക് വിടുകയാണ് ഉണ്ടായത്. അപ്പം തൻ്റെ ശ്രീലകത്തിൻ്റെ പിൻവാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് മാർക്കണ്ഡേയനെ അതുവഴി തൃപ്രങ്ങോടേക്ക് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്തത്. അതുപ്രകാരം മാർക്കണ്ഡേയൻ തൃപ്രങ്ങോടേക്ക് എത്തുകയും തൃപ്രങ്ങോടേക്ക് എത്തുന്ന സമയത്ത് ആ മാർക്കണ്ഡേയൻ്റെ ആ പ്രാണരക്ഷാർത്ഥമുള്ള വരവ് കണ്ട് പേരാൽ പോലും സ്വയം രണ്ടായി പിളർന്നുകൊണ്ട് വഴിമാറിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം. അതുപ്രകാരം തൃപ്രങ്ങോട് എത്തുകയും തൃപ്രങ്ങോട്ടപ്പനെ ആലിംഗനം ചെയ്ത് ഭഗവാനിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഗജപൃഷ്ഠാകൃതിയിൽ ഇരുനിലയിൽ പണിത് ചെമ്പ് മേഞ്ഞിട്ടുള്ള ശ്രീകോവിലിനുള്ളിൽ കാലസംഹാരത്തിന് ശേഷം ശ്രീപരമേശ്വരൻ മൃത്യുഞ്ജയനായി ഭൂലോകവാസികൾക്ക് ഇഷ്ടവര പ്രദായകനായി പടിഞ്ഞാറ് ദർശനത്തിൽ വാണരുളുന്നു. നമസ്കാരം, ഞാൻ തൃപ്രങ്ങോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ രാമേന്ദ്രൻ, ഇദ്ദേഹം ജീർണോദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി പാണാട്ട് രാജേന്ദ്രകുമാർ. ഇവിടുത്തെ ഐതിഹ്യത്തിൽ മാർക്കണ്ഡേയൻ തിരുനാവായെന്ന് നവാമുകുന്ദൻ എനിക്കല്ല രക്ഷിക്കാൻ പറ്റിയ മഹാദേവനാണ്, തൃപ്രങ്ങോട്ടപ്പനാണെന്ന് പറഞ്ഞ് മാർക്കണ്ഡേയനെ പറഞ്ഞു വിട്ട് വരുന്ന വഴിക്ക് ഒരു ആല്, അതായത് കാലൻ പിടിക്കും എന്നുള്ള ഇത് വന്നപ്പോൾ ആല് രണ്ടായിട്ട് പിളർന്ന് മാർക്കണ്ഡേയന് വഴി കൊടുത്തു എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്നുള്ളത് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ളതെന്ന് പറയും. പക്ഷേ ഈ മുത്തശ്ശന്മാർ പോലും കണ്ടിട്ടുള്ളതാണെന്ന് പറയുന്നു. ഈ ആല് രണ്ടായിട്ട് പിളർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് പുറത്തായിട്ട് ഒരാല്, അത് ഇപ്പം ഇല്ലാതെ അതിന് പകരം തൊട്ടടുത്ത് വേറൊരു ആല് വെച്ചിട്ട് അതിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ആ ആല് നിലവിലില്ല, പക്ഷേ ഇപ്പോഴത്തെ മുത്തശ്ശന്മാർ ആ ആല് കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മാർക്കണ്ഡേയൻ ആലിംഗനം ചെയ്ത ശിവലിംഗത്തോടു കൂടി ഒരുമിച്ച് കയറിട്ട് പിടിക്കുകയും അവിടുന്ന് വലിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ശിവലിംഗം ഇളകി അതിൽ നിന്ന് കോപാകുലനായിക്കൊണ്ട് മഹാമൃത്യുഞ്ജയ രുദ്രനായ മഹാശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും അതുപ്രകാരം തന്നെ അവിടുന്ന് ഉടൻ തന്നെ മാർക്കണ്ഡേയനെ തന്നെയും കൂടി കൂട്ടി വലിച്ചതിനാൽ ആ മാർക്കണ്ഡേയനെ രക്ഷിക്കുകയും ഉടനെ തന്നെ കാലനെ വധിച്ചതിന് ശേഷം ആ ഒരു ഉഗ്രകോപത്തോടു കൂടി മാർക്കണ്ഡേയനെ
ചിരഞ്ജീവിയായിട്ട് അനുഗ്രഹിച്ച് അതേ ഉഗ്രകോപത്തോടു കൂടി ഇവിടെ 3 പാദങ്ങൾ വെച്ച് ഇവിടെ സ്വയംഭുവായിട്ട് സാന്നിധ്യപ്പെടുകയാണുണ്ടായത്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ശിവലിംഗമായിട്ട് കാണുമെങ്കിലും തൃപ്രങ്ങോട് മഹാദേവൻ സ്വയംഭുവാണ്. സ്വയം സാന്നിധ്യപ്പെട്ടതുകൊണ്ട് തന്നെ വളരെയധികം ശക്തിമത്തായ ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. താലമ്പലം, ബലിക്കൽപുര, ആനപ്പന്തൽ, ഗോപുരം, ചുറ്റുമതിൽ, കുളങ്ങൾ തുടങ്ങിയുള്ള എല്ലാ ക്ഷേത്രഭാഗങ്ങളും ഉണ്ട്. ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീപാർവതി, വൃഷഭം, ശാസ്താവ്, ഗോശാലകൃഷ്ണൻ, വേട്ടയ്ക്കൊരു മകൻ എന്നീ ഉപദേവത പ്രതിഷ്ഠകളുമുണ്ട്. ഇവിടെ തൊഴേണ്ട ഒരു ക്രമം എന്ന് പറഞ്ഞാൽ വടക്കുനാഥനിലൊക്കെ ഉള്ള പോലെ കുറച്ചൊരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത്. നമ്മൾ നേരെ പ്രദക്ഷിണമായിട്ടാണ് എല്ലാവരുടെയും തൊഴുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മൂലസ്ഥാനം എന്നുള്ളത് കാരണത്തിൽ ശിവൻ എന്ന് പറയും. അവിടെയാണ് മാർക്കണ്ഡേയൻ ആ ശിവലിംഗത്തിലാണ് കെട്ടിപ്പിടിച്ചത്. അവിടെ തൊഴുത് 3 പാദങ്ങൾ വെച്ച 3 തൃപാദങ്ങൾ തൊഴുത്, അത് കഴിഞ്ഞ് വേട്ടേക്കാരനും ഭദ്രയും തൊഴുത് നേരെ അയ്യപ്പൻ, അതുപോലെ ഗോശാലകൃഷ്ണൻ, രക്ഷസ് ഇതെല്ലാം തൊഴുത് അകത്തേക്ക് പടിഞ്ഞാറ് നടക്കി കൂടെ അകത്തേക്ക് കയറി അവിടെ ഉള്ളിൽ പ്രദർശനം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വടക്ക് ഭാഗത്ത് കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാവാമുകുന്ദനാണ് ഇത് മാർക്കണ്ഡേയനെ ഇങ്ങോട്ട് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്ത ആളെന്നുള്ള നിലയ്ക്കായിരിക്കാം നാവാമുകുന്ദൻ്റെ ഒരു പ്രതിഷ്ഠ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ചില വളരെ പ്രത്യേകതയുള്ളൊരു തൊഴാനും ഒരു പ്രത്യേകതയുള്ള വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. തീർത്ഥക്കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തീർത്ഥക്കുളം യാഗശാലയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് കണ്ടാലും ഇപ്പോഴും അതിൻ്റെ ഘടന അതുപോലെയാണ്. അപ്പോൾ ആ തീർത്ഥക്കുളം തന്ത്രിമാരും മേശാന്തിയും മാത്രമാണ് അവിടെ ഉപയോഗിക്കുള്ളൂ. പുറത്തെ ചിറയാണ് പൊതുജനങ്ങൾക്ക് ഉള്ളത്. അത് മാത്രമല്ല ഇവിടെ ശംഖാഭിഷേകത്തിനുള്ള കിണറെന്ന് പറയാൻ വയ്യ, ഒരു തീർത്ഥക്കുളം തന്നെയാണ്. ശംഖാഭിഷേകത്തിനുള്ള തീർത്ഥക്കുളം. ശംഖാഭിഷേകം കഴിഞ്ഞ് വീണ്ടും അവിടെ ഭഗവാന്റെ അത് കഴിഞ്ഞുള്ള തീർത്ഥം വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നു എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. ഇത് ഗംഗാജലമാണ്, ശിവൻ ആണല്ലോ. അപ്പോൾ ഗംഗ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എന്നും ഗംഗാജലമുള്ളൊരു ക്ഷേത്രം കൂടി ആണ് തൃപ്രങ്ങോട് മഹാക്ഷേത്രം. മാർക്കണ്ഡേയനെ രക്ഷിച്ചതുകൊണ്ട് മൃത്യുഞ്ജയ ഭാവത്തിൽ, ബാക്കി എല്ലാ സ്ഥലത്തും മഹാദേവൻ ഉമാമഹേശ്വരൻ പല ഭാവത്തിലാണെങ്കിലും ഇവിടെ മൃത്യുഞ്ജയ ഭാവത്തിലാണ് ഇവിടെ തൃപ്രങ്ങോട് ഈ മഹാദേവൻ വാണരുളുന്നത്. ഇവിടുത്തെ ഒരു വിശേഷ വഴിപാടുകളാണ് ശംഖാഭിഷേകം എന്നുള്ളത്. അതിനും ഈ മാർക്കണ്ഡേയൻ്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഈ ഉഗ്രകോപത്തോടു കൂടി ഇരിക്കുന്ന മഹാദേവൻ തൻ്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടി സ്വയം തീർത്ഥക്കുളത്തിലിരുന്നു കൊണ്ട് സ്വയം ജലം അഭിഷേകം ചെയ്ത്, തീർത്ഥക്കുളത്തിലെ ജലം അഭിഷേകം ചെയ്ത് ശാന്തത കൈവരിക്കുവാൻ ശ്രമിക്കുന്ന നേരത്ത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഹ്മണ ബാലൻ വന്ന് അദ്ദേഹത്തിന് സഹായിക്കുകയും അതിൽ സംതൃപ്തനായ മഹാദേവൻ ആ കുട്ടിയെ അനുഗ്രഹിച്ച് ഇതെന്നും തന്നെ തൻ്റെ സ്വയംഭൂവിൽ ചെയ്യണമെന്ന് പറയുകയും അത് ആ കുട്ടി നിങ്ങളുടെ കുടുംബക്കാരും വന്ന് അതിന് വിശേഷ മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഇതെന്നും ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതുപ്രകാരം അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഇവിടെ ശംഖാഭിഷേകം എന്നുള്ള ഒരു വഴിപാടുകൾ നടന്നു വരുന്നു.
അതുപോലെ ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട അടുത്ത വഴിപാടാണ് മൃത്യുഞ്ജയ ഹോമം. തങ്ങളുടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ദുരിതങ്ങളാൽ വ്യാധികളാൽ കഷ്ടപ്പെടുന്ന ഏതൊരു ഭക്തനും മാർക്കണ്ഡേയൻ്റെ മഹാമൃത്യുഞ്ജനായ തൃപ്രങ്ങോട്ടപ്പനെ വന്ന് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, മൃത്യുഞ്ജോമം കഴിച്ച് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഫലസിദ്ധി. ഇന്നിപ്പം ഒരുപാട് ആൾക്കാർക്ക് ഒരു ദിവസം 100-300ഓളം മൃത്യുഞ്ജയ ഹോമം ഓരോരോ വ്യക്തികളും വർഷാവർഷത്തെ ഓരോരോ വ്യക്തികളുടെ പേരിലും ഓരോ ദിവസവും നടക്കുന്നുണ്ട്. അത്രയും ഫലപ്രാപ്തിയോട് കൂടിയിട്ട് പലരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ പല വ്യക്തികളും ഇവിടെ മൃത്യുഞ്ജയ ഹോമവും ശംഖാഭിഷേകവും കഴിച്ച് രക്ഷപ്പെട്ടതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. ക്ഷേത്ര മതിലിനകത്ത് കാണുന്ന തീർത്ഥങ്ങൾ പൂർവികരായ സിദ്ധന്മാരുടെ യജ്ഞകുണ്ഡങ്ങൾ പിൽക്കാലത്ത് കുളങ്ങളായി പരിണമിച്ചിട്ടുള്ളവയാണ്. ശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണ വീതിയിൽ അപസ്മാരയക്ഷനെ ചവിട്ടി നിൽക്കുന്ന മഹാദേവനെ സ്പർശിക്കാതെ ക്ഷേത്രത്തിന് ചുറ്റുമായി ശയനപ്രദക്ഷിണം നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർ തങ്ങളുടെ ഇഷ്ടകാര്യസിദ്ധിക്കായി മൃത്യുഞ്ജയ ഹോമം, ശംഖാഭിഷേകം, ധാര, ഉമാമഹേശ്വര പൂജ, നവഗ്രഹ പൂജ, സന്താനലബ്ധിക്കായി കുട്ടിയും തൊട്ടിലും സമർപ്പണം എന്നീ വഴിപാടുകളും നടത്തിവരുന്നു. ക്ഷേത്രത്തിലെ ഉത്സവം, ശിവരാത്രി ഉത്സവം, തിരുവാതിര ഉത്സവം, 2 ഉത്സവം ആണ് ഇവിടെയുള്ളത്. തിരുവാതിര ഉത്സവം അഷ്ടദിനം 8 ദിവസം നടക്കുന്ന ഉത്സവമാണ്. തിരുവാതിര ദിവസം ആറാട്ട് നടക്കുന്ന തരത്തിൽ, തിരുവാതിര ദിവസം അവസാനിക്കുന്ന തരത്തിലാണ് 8 ദിവസത്തെ ഉത്സവം. ശിവരാത്രി 3 ദിവസത്തെ ഉത്സവമാണുള്ളത്. ശിവരാത്രി ഉത്സവത്തിന് പണ്ട് ശിവരാത്രി ഉത്സവമാണ് അതിഗംഭീരമായിട്ട്, ഇപ്പോഴും അതെ വളരെ ഗംഭീരമായിട്ട് നടക്കാനാണ്. അത് അതിഗംഭീരം എന്ന് പറയാൻ കാര്യം 100 വർഷം മുമ്പുള്ള ചരിത്രരേഖയിൽ മലബാർ മാനുവൽ, അത് മലബാർ പോലീസിനെ കൊണ്ട് ഇവിടെ കേരളത്തിൽ 4 ക്ഷേത്രങ്ങളാണ് ആയിരുന്നത്രേ പോലീസിനെ നിയന്ത്രിച്ചിട്ട് ഇവിടെ ശിവരാത്രി നടത്തിയിരുന്ന ക്ഷേത്രങ്ങൾ. അത് ചരിത്രരേഖകൾ തന്നെയുണ്ട്. ഈ ഇടയ്ക്ക് ചരിത്രരേഖ ഇതാക്കിയിട്ടൊരു പത്രത്തിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രയും വളരെ പ്രസിദ്ധമായ, വളരെ പണ്ട് തൊട്ട് തന്നെ ശിവരാത്രി വളരെ വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചിരുന്ന ക്ഷേത്രമാണ്. ഇന്നും അതേപോലെ തന്നെ ജനങ്ങൾ വളരെ കൂടുതൽ ആയിട്ട് ശിവരാത്രി ദിവസമാണ്, ശിവരാത്രി ഉത്സവത്തിനാണ് കൂടുതലുണ്ടാവുക. അതുപോലെ തന്നെ തിരുവാതിര ഉത്സവവും വളരെ നല്ല രീതിയിൽ ഉത്സവബലി, പള്ളിവേട്ട, ആറാട്ട് എന്നീ പൂജകളും ആഘോഷങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടാടുന്നു. ശിവരാത്രിക്കാണെങ്കിലും തിരുവാതിരയ്ക്കാണെങ്കിലും 2 ഉത്സവത്തിനും 2 അകത്തും പുറത്തും ഉള്ള വിവിധ സ്റ്റേജുകളിൽ വളരെ ഭംഗിയായിട്ട് വിവിധ പരിപാടികൾ, നാടകം, അതുപോലെ തന്നെ ക്ഷേത്രകലകൾ, അകത്ത് ക്ഷേത്രകലകൾ, ഓട്ടംതുള്ളൽ, ചാക്യാരൂത്ത്, പാടകം എന്നീ ക്ഷേത്രകലകളും, പിന്നെ നൃത്യങ്ങൾ, ഭജൻസ്, അങ്ങനെ വളരെ വൈവിധ്യമുള്ള ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ഓഡിറ്റോറിയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതും പുറത്ത് കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള പരിപാടികളുമായിട്ട് വളരെ ജനകീയമായിട്ട് നടക്കുന്ന ഉത്സവങ്ങളാണ് 2 ഉത്സവം വളരെ ജനകീയമായിട്ട് നടക്കാനാണ്. പിന്നെ നമുക്ക് ഉള്ളത് പ്രതിഷ്ഠാദിനമാണ്. മിഥുനമാസത്തിലെ പുണർദം ആണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് കാരണത്തിൽ ശിവൻ, അതായത് മാർക്കണ്ഡേയൻ വന്ന് ആലിംഗനം ചെയ്തു എന്ന് പറയപ്പെടുന്നത് അവിടെയാണ്. അതിൻ്റെ തൊട്ടടുത്തായി തന്നെ 3 പാദങ്ങൾ, മഹാദേവൻ്റെ പാദങ്ങൾ, 3 പാദങ്ങൾ വെച്ചാണ് സ്വയംഭുവായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റേതായ സങ്കല്പത്തിൽ 3 പാദങ്ങളും
അതിൻ്റെ പിൻവശത്തായി വേട്ടക്കരുവനും ഭദ്രകാളിയും ഇരിക്കുന്നു. അതുകൂടാതെ തെക്ക് ഭാഗത്ത് അയ്യപ്പനും കന്നിമൂല ഭാഗത്ത് ഗോശാലകൃഷ്ണനും, അത് കഴിഞ്ഞ് അങ്ങനെ തൊഴുത് അതിൻ്റെ തെക്ക് ഭാഗത്ത് രക്ഷസുമായിട്ട് ആണുള്ളത്. അതിൻ്റെ തെക്ക് ഭാഗത്താണ് മഹാദേവൻ കാലനെ വധിച്ചതിന് ശേഷം ശൂലം കഴുകിയ കുളം ആയിട്ട് അവിടെ സങ്കല്പമുണ്ട്. അതിൽ നമ്മൾ ഇറങ്ങുകയോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. അവിടുന്ന് നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ തൃപ്രങ്ങോട്ടപ്പൻ്റെ പ്രധാന പ്രതിഷ്ഠയും വാമഭാഗത്തായി പാർവതി ദേവി, ഈ മഹാദേവൻ്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടി പാർവതിയെയും കൂടി കുടിയിരുത്തിയിട്ടുണ്ട് അവിടെ. അതായത് മഹാദേവൻ ആ ഉഗ്രകോപം എപ്പോഴാണോ ഭാര്യാസമേതനായിരിക്കുന്ന ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എപ്പോഴും ശാന്തനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ശാന്ത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയായ പാർവതിയെയും കൂടി ഇവിടെ നമ്മൾ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ഗണപതി ദക്ഷിണാമൂർത്തിയും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ അടുത്ത ഒരു പ്രധാന വഴിപാട് എന്ന് പറയുന്നത് തീർത്ഥം കൊണ്ട് തുലാഭാരം എന്നുള്ളതാണ് ഒരു പ്രധാന വഴിപാടും കൂടി പറയുന്നത്. അത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ തീർത്ഥജലം, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും കിണറുകളിൽ നിന്നാണ് വെള്ളം എടുക്കുന്നെങ്കിലും ഇവിടെ അത് അങ്ങനെയല്ല. ഇവിടുത്തെ ഒരു വിശേഷാൽ തീർത്ഥജലത്തിൽ ആ ശിവൻ പണ്ട് അഭിഷേകം സ്വയം അഭിഷേകം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ തീർത്ഥജലം കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ അഭീഷ്ടകാര്യസിദ്ധി എന്നാണ് പറയുക. തുലാഭാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗശാന്തി, കാര്യസാധ്യം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് പറയപ്പെടുന്നത്.